രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആദ്യം ആരോപണം വന്നപ്പോൾ തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തു നിന്ന് അദ്ദേഹത്തെ നീക്കുകയാണ് കോൺഗ്രസ് പ്രസ്ഥാനം ചെയ്തത്. തുടർന്ന് പെൺകുട്ടി രേഖാമൂലം പരാതി നൽകുകയും ഇന്ന് കോടതി രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ട് പ്രസ്താവന നടത്തുകയും ചെയ്തപ്പോൾ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ നിന്ന് തന്നെ അദ്ദേഹത്തെ പുറത്താക്കിക്കൊണ്ട് കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെ അഭിമാനവും മാനവും സംരക്ഷിക്കുവാൻ KPCC നേതൃത്വം കോൺഗ്രസിൻ്റെ പരമ്പരാഗതമായ ആശയങ്ങളും ആ മൂല്യങ്ങളും ഉയർത്തിപ്പിടിക്കുവാൻ പ്രതിപക്ഷ നേതാവിൻ്റെയും KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിൻ്റെയൊക്കെ നേതൃത്വത്തിൽ കഴിഞ്ഞത് ഞങ്ങളെ സംബന്ധിച്ച് കോൺഗ്രസ് പ്രവർത്തകരെ സംബന്ധിച്ച് അഭിമാനം നൽകുന്ന കാര്യമാണ്. ഏതൊരു പാർട്ടിയിലും ഇതുപോലുള്ള ആളുകൾ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. എല്ലാവരും 100% തികഞ്ഞ ആളുകളുമല്ല. എന്നാൽ സമാനമായ ആരോപണങ്ങൾ വന്ന സമയത്ത് CPM സ്വീകരിച്ച നിലപാട് നമുക്കറിയാം. CPMന് കിട്ടിയ ഇതുപോലത്തെ പരാതികളൊക്കെ അവർ പാർട്ടി കോടതിയിൽ പാർട്ടി പോലീസിനെ AK ബാലനെയും PK ശ്രീമതിയെയും പോലെയുള്ള ആളുകളെ കൊണ്ട് തീവ്രത അളപ്പിച്ച് അവരുടെ തീവ്രത കുറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് പലരെയും രക്ഷിച്ച പലർക്കും ക്ലീൻ ചീട്ട് കൊടുത്ത സംവിധാനമാണ് CPMനുള്ളത്. ഇന്നും മുകേഷ് MLA CPMൻ്റെ MLA ആയിട്ട് തുടരുകയാണ്, CPMകാരനായിട്ട് തുടരുകയാണ്. അപ്പോഴാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അഭിമാനബോധം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എടുത്ത നിലപാടും ആ നടപടിയും തീർച്ചയായിട്ടും കേരളീയ രാഷ്ട്രീയ പൊതുസമൂഹത്തിന് മാതൃക തന്നെയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉയർത്തിപ്പിടിച്ച ഈ ഒരു മൂല്യവും മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളും തുടർന്ന് മുന്നോട്ട് പോയാൽ കേരളത്തെ ഇത്തരം മലീമസ രാഷ്ട്രീയ ചിന്താഗതിയിൽ നിന്നും നമുക്ക് രക്ഷിച്ചെടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് സഹാക്കന്മാർ ചിന്തിക്കുക, നിങ്ങൾക്ക് കിട്ടിയ പരാതികളിൽ നിങ്ങൾ എന്ത് നിലപാടാണ് എടുത്തത്? KPCC പ്രസിഡന്റിന് ഒരു മെയിൽ വഴി ഒരു അഡ്രസ്സ് പോലും ഇല്ലാത്തൊരു പരാതി ലഭിച്ചപ്പോൾ അദ്ദേഹം പൊടുന്നനെ തന്നെ അത് പോലീസിന് കൈമാറിയ കാഴ്ച നമ്മൾ കഴിഞ്ഞ ദിവസം കാണുകയുണ്ടായി. ഇതാണ് കോൺഗ്രസ്. അപ്പം അഭിമാനിക്കാം, കോൺഗ്രസ്സുകാരനായതിൽ ഏറെ ഈ അവസരത്തിൽ അഭിമാനിക്കുകയാണ്.